അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ള. ഇന്നൊരു എൻഗേജ്മെൻറ്റ് പാർട്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടു വെക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 2 പുഡിങ് ആക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ പുഡിങ് ആക്കി വെക്കലാണ് നാളേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നാളെയാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിന് ഇന്ന് തന്നെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഫോറസ്റ്റ് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്കൊക്കെ ആക്കിയിട്ട് വേഗം പുഡിങ് ആക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പുഡിങ് ആക്കി അല്ലെങ്കിലും നമ്മൾ പുഡിങ് ആക്കുന്നുണ്ടെങ്കിൽ ഏതൊരു പാർട്ടിക്കായാലും എപ്പോഴായാലും പുഡിങ് ആക്കുമ്പോൾ തലേന്ന് തന്നെ ആക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. നന്നായിട്ട് തന്നെ അത് സോക്കായിട്ടും തണുത്തിട്ടൊക്കെ ആകുമ്പോൾ പിറ്റേന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തലേന്ന് തന്നെ ആക്കി വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ പോകാനൊക്കെ ഉള്ള ടൈം ആണെങ്കിൽ എന്തായാലും തലേന്ന് ആക്കി വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഹറി ആയിട്ടുള്ള ആ ഒരു ടെൻഷനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ഫോറസ്റ്റ് പുഡിങ്ങാണ് ആക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം വീഡിയോ നല്ല ലെങ്ത് ആവും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ആക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുത്ത ഒരു വാനില കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും അപ്ലോഡ് ആക്കാം. അപ്പോൾ എല്ലാം കൂടി ഇതിൽ കാണിക്കുമ്പോൾ നല്ല ലെങ്ത് ആവും, കാരണം കുറച്ച് പണിയുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. പക്ഷെ നല്ല ടേസ്റ്റുമാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാ കണ്ടു നോക്ക്. പിന്നെന്താ, അപ്പോൾ ഞാനിത് തലേന്ന് തന്നെ മൊത്തം ഈ ഒരു പുഡിങ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അത് അപ്പോൾ ഒരു സമാധാനമില്ലേ, ഇനി അതിൻ്റെ ടെൻഷനില്ലല്ലോ. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ 2 പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പിന്നെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച്, പിന്നെ വൈകുന്നേരം കഴിയൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല, എന്താ പറയുക, മൂടില്ല. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ കൽത്തപ്പം എന്ന് പറയുന്നത്. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് എന്ത് തന്നെ ഞാൻ ആക്കിയാലും ഈ ഒരു കൽത്തപ്പത്തിൻ്റെ ഈ ഒരു റെസിപ്പി എനിക്കൊരു രീതിയിലും ശരിയാവുന്നില്ല കേട്ടോ. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി, ബാക്കി എല്ലാ ഫുഡും ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കൽത്തപ്പത്തിന് എനിക്ക് പറ്റുന്നേ ഇല്ല, ഈ ഒരു ആര് വരുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, എന്താ അതിൻ്റെ സീക്രട്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടിക്ക് വെള്ളം നനക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം കുറച്ച് റിലാക്സ് ആയിട്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ എന്താ പറയുക സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമല്ല. നമ്മൾ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പം നല്ലൊരു റിലാക്സേഷനാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയത്തെ ഫുഡിൻ്റെ പരിപാടിയുണ്ട്. രാത്രി ഞാൻ ബട്ടൂരിയും ബട്ടർ ചിക്കനായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് നാളെ കുട്ടികൾക്ക് സ്കൂളുണ്ട്, തിങ്കളാഴ്ചയാണ് കേട്ടോ ഇതിൻ്റെ എന്താ പറയുക എൻഗേജ്മെൻറ്റ് വരുന്നത്. അപ്പം തലേന്ന് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ ഈ ഒരു മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് സ്കൂളിലേക്ക് പെട്ടെന്ന് പരത്തിയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുമല്ലോ. കറി പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ആക്കി വെക്കും. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഫുഡൊക്കെ ആക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ പിന്നെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളത് ടെൻഷനില്ല, പിറ്റേന്ന് എളുപ്പമല്ലേ. അപ്പോൾ രാവിലെ പിന്നെ എന്താ പറയുക പെട്ടെന്ന് പണിയൊന്നും തീരുമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് രാത്രിത്തേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുക. പിന്നെ രാവിലെ കുറച്ച് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചാൽ മതി, ഒരു കുഴപ്പവും വരില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ബട്ടൂരി ഉണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മുന്നേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്ക്, അടിപൊളിയാണ്. ഒരുപാട് എന്താ പറയുക വ്യൂസൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബട്ടൂരിൻ്റെയും ബട്ടർ ചിക്കൻ്റെയും വീഡിയോ നിങ്ങളും കൂടി ഒന്ന് കണ്ടോക്ക് കാണാത്തവരുണ്ടെങ്കിൽ. പിന്നെന്താ, ഞാൻ പിന്നെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. ഇത് അറേബ്യൻ പുഡിങ്ങാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും 1.5 ലക്ഷത്തിന് മേലെ വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. നല്ല അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അറേബ്യൻ പുഡിങ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ആക്കിയതാണ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങുമാണ്. അതുകൊണ്ടാണ് ഞാനിത് പിറ്റേന്ന് എന്തായാലും ആക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ രാവിലെ കുട്ടികൾ സ്കൂളിലൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയില്ലല്ലോ. ഉച്ചക്കത്തെ പരിപാടിക്ക് ഒരു 12 മണിക്കൊക്കെ പോയാൽ മതിയല്ലോ. അപ്പം രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം സെറ്റാവും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു പുഡിങ്ങും കൂടി ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല.
പിന്നെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് ഫ്രഷായി ഡ്രസ്സ് ചെയ്ത് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഇല്ല, എന്നോട് കമൻറ്റിൽ ഓവനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാർ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നോക്കട്ടെ. ഞാൻ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ ആ ടൈമിൽ എനിക്ക് അതിൽ ടൈം പറയാനുള്ള ഒരു എന്താ പറയുക ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയാം. പിന്നെ ആ ഒരു ഓവൻ്റെ മാത്രം വീഡിയോ ചെയ്യാൻ ഞാൻ നോക്കട്ടെ, എങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അറേബ്യൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലോ അഥവാ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കമൻറ്റിലോ ഞാൻ തരാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ 2 പുഡിങ്ങും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ ഏട്ടൻ്റെ മോളെ എൻഗേജ്മെൻറ്റാണ് കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോഴേക്കും 12:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇവിടെയൊക്കെ സെറ്റായിട്ട് അടിപൊളിയായിട്ടുണ്ട്. മൊത്തം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അവർ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അവരൊക്കെ വന്ന് അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കലാന്ന്. ഒരുപാട് പുഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും അടിപൊളിയായിട്ട് തന്നെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം ചുരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, തീരെ ലെങ്തി ആക്കാണ്ട്. കാരണം ചെറിയ ചെറിയ വീഡിയോസ് ആകുമ്പം എല്ലാവരും പെട്ടെന്ന് കാണുമെന്ന് തോന്നുന്നു. കുറച്ച് ലെങ്ത് ആകുമ്പം ആൾക്കാർ കാണാൻ കുറച്ച് മടിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് തന്നെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി പുതിയ പുതിയ റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഞാൻ വൈറ്റ് ഫോറസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും എന്തായാലും കണ്ടു നോക്കണേ. നിങ്ങൾ ഇത്രയും ദിവസം തന്ന സപ്പോർട്ടിനും അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒരുപാട് താങ്ക്സ്. കാരണം നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും അധിക പേരും കമൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 5-6 പേര് സ്ഥിരമായിട്ട് കാണുന്ന എനിക്ക് പേര് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഒന്നിച്ച് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും വീഡിയോ കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.